ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പി നോക്കാം. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് ഈ ഐസ്ക്രീം. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയുന്നൊരു റെസിപ്പി ആയിരിക്കാം. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കുന്നു മാത്രം. ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീം റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ബൗളും ബ്ലേഡും എല്ലാം നല്ലപോലെ തണുത്തതായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ ഉള്ളൂ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായി കിട്ടുകയുള്ളൂ. അപ്പം ഈ ബൗളിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുത്ത് നല്ലൊരു പീക്സ് ഫോം ചെയ്യുന്നിടം വരെ ബീറ്റ് ചെയ്യണം. അപ്പം ലോ സ്പീഡിൽ തുടങ്ങി പതുക്കെ സ്പീഡ് കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റ് ആകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബട്ടർ വേർതിരിഞ്ഞ് വരും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ചെറിയ സ്പീഡിൽ നിന്ന് വലിയ സ്പീഡിലേക്ക് കൂട്ടി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയുള്ള സോഫ്റ്റ് പീക്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഒരുപാട് അങ്ങ് സ്റ്റിഫായി പോകണമെന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. അപ്പം വാനില ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെയാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അത്രയും ചേർക്കണ്ടെങ്കിൽ കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പം ഇതിന് പകരമായിട്ട് ഒരു തടിത്തവി ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്ത് 6 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായി കിട്ടുമ്പം സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിത് ഒരു 2 മണിക്കൂറേ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിത് ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഞാൻ 2 മുതൽ 3 മണിക്കൂർ വരെ, അതായത് ഒരു കുറച്ചൊന്ന് സെറ്റായി കിട്ടുന്നിടം വരെ ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം 3 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിംഗ് റാപ്പൊക്കെ മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്, അപ്പോൾ പിന്നെ ഇത് വെള്ളം പോലെ ആയിപ്പോകും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പോലെ ഒന്ന് ബീറ്റ് ചെയ്യേ ചെയ്യാവുള്ളൂ, അതും ലോ സ്പീഡിൽ മാത്രം. അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇത്രയും മതി. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂണ് കൊണ്ട് നമുക്ക് ഇത് കോരിയിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മുകളിൽ വീണ്ടും ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ഈ പാത്രത്തിന് തന്നെ അടപ്പ് വെച്ചിട്ട്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടാണ് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 6 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സ്കൂപ്പ് ചെയ്യുമ്പോഴും കണ്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ അതങ്ങ് വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള വാനില ഐസ്ക്രീം ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോസിൻ്റെ കൂട്ടത്തിൽ, അതായത് സ്ട്രോബെറി സോസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ
ബട്ടർ സ്കോച്ച് സോസോ ഇതൊക്കെ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒഴിച്ചിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ സെർവ് ചെയ്യുന്നത് കുറച്ച് സ്ട്രോബെറി സോസിൻ്റെയും ബട്ടർ സ്കോച്ച് സോസിൻ്റെയും കൂടത്തിലാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. ഒപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.